ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ നാട്ടിലെ, അതായത് മെയിൻലി ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലുള്ള ആണുങ്ങളില്ലേ, അവർക്ക് ഈ മൈഗ്രേഷൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ ചലഞ്ചസ് ഉണ്ട്, കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിനൊരു കോമൺ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് ഇവിടെ ബ്രീഫ്ലി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് എന്തൊക്കെയാണ് ആ ചലഞ്ചസ് എന്നുള്ളതും അതെങ്ങനെ അത് മനസ്സിലാക്കാമെന്നുള്ളതും അതിനുള്ള സൊല്യൂഷൻസും ഞാൻ അറ്റ് ദി എൻഡ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞ കുറച്ച് ടേംസ് എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻ്റായിട്ട് നിങ്ങൾ ഇടുക, മനസ്സിലാകുന്നില്ലെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കുന്നതാണ്. പിന്നെ അത് ഒരു അത്യാവശ്യം ഫാൻസി ഒന്നുമല്ല, ഞാൻ ഈ ജസ്റ്റ് ബേസിക്കായിട്ട് കണ്ടൻറ്റ് എഴുതി വെച്ചിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷ്വൽ ബ്യൂട്ടിയൊന്നുമില്ല, അങ്ങനെയൊക്കെ തരണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലൊരുപാട് എഫേർട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജോലി തിരക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതിനൊന്നൊരു സമയം കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനത്തുള്ള വീഡിയോകൾ ഇടാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിൽ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കാണ്ട് നമ്മളെ കണ്ടൻറ്റിൽ കൺവേ ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചലഞ്ചസ് ഓഫ് മെൻ വിത്ത് മൈഗ്രേഷൻ, എസ്പെഷ്യലി ഇന്ത്യൻ മെൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മെന്നിൻ്റെ തന്നെ ഒരു പ്രത്യേകതരം കാറ്റഗറിനെയാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ചലഞ്ചസിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മെയിനായിട്ട് ആൽഫ മെയിൽ. ആൽഫ മെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ആണ് ഡോമിനൻ്റായിട്ട്, മനസ്സിലായില്ല. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും ഡോമിനൻ്റായി ഒരു കയ്യാങ്കളിക്കാണെങ്കിൽ കയ്യാങ്കളി ആ രീതിയിലൊക്കെ നിൽക്കുന്ന ഭയങ്കരമായ എന്താ പറയുക, ബേസിലും കാര്യങ്ങളിലൊക്കെ സംസാരിച്ച് വലിയ ഒരു ഞാനാണൊരാണ് എന്നുള്ള രീതിയിൽ നടക്കുന്ന ആണുങ്ങൾ, കൺസർവേറ്റീവായിട്ടുള്ള ആണുങ്ങളുണ്ട്, മനസ്സിലായില്ല. അതായത് മെയിനായിട്ട് ഈ ഹൈറാർക്കിക്കൽ സിസ്റ്റം, അതായത് വീട്ടിൽ സ്ത്രീകൾക്ക് അവരൊരു തട്ടിൽ, കുട്ടികളൊരു തട്ടിൽ, പുരുഷൻ എന്ന് പറയുന്ന ആളൊരു തട്ടിൽ, ഞാൻ പ്രൊവൈഡറാണ്, ഞാൻ സമ്പാദിക്കും, നീ വീട്ടിലിരിക്കി, നീ കുട്ടീനെ നോക്ക്, മനസ്സിലായ. അങ്ങനെ കൺസർവേറ്റീവ് ഐഡിയോളജീസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഹൈറാർക്കിക്കൽ ഒരു പഴയൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ നാർസിസ്റ്റിക് എന്ന് പറയുന്നത് എങ്ങനെയാ പറയുക, ഞാനാണ് ഇമ്പോർട്ടൻറ്റ്, മനസ്സിലായില്ലേ, ഞാനാണ് ഫസ്റ്റ്, മനസ്സിലായില്ലേ, വേറെ എല്ലാവരും സെക്കൻഡറി എന്നുള്ളൊരു രീതിയിൽ കാണുന്ന ആണുങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന ഭൂരിഭാഗം ആണുങ്ങൾക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്വാളിറ്റിയിൽ പെടുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ എക്സസീവായിട്ട് പ്രൈഡുള്ള ആൾക്കാർ, അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വീട്ടിലും ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് വന്ന് പ്രൊവൈഡ് ചെയ്യുന്നു, ഞാൻ നല്ലൊരു ഭർത്താവുന്നു, മനസ്സിലായില്ലേ, ഞാൻ എൻ്റെ കൺട്രോളിൽ എല്ലാവരും സുരക്ഷിതമായിരിക്കുന്നു, ഞാൻ നല്ലത് ചെയ്യുന്നു, മനസ്സിലായില്ല. അതിൽ ഭയങ്കരമായ ആത്മാഭിമാനം ഇതൊക്കെ നടക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ അപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസിൽ നമ്മളങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വരാവുന്ന പ്രശ്നങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈവൻ നമ്മൾ വിമനിനും വരാൻ പറ്റാവുന്ന പ്രശ്നങ്ങൾ, ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പിന്നീട് വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നമ്മൾ ഏത് കാറ്റഗറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു പേഴ്സണാലിറ്റി, അതായത് ഈ കാറ്റഗറിയിൽ പെടുന്ന ആണുങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിതാ ഈ ഓഷി എന്ന് പറയുന്നുള്ള ഒരു പേഴ്സണാലിറ്റീൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഓപ്പൺനെസ്. ഈ ഓപ്പൺനെസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരിൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും, അവർ ക്യൂരിയസ് ആയിരിക്കും, അവർക്ക് കുറേ ഇൻട്രസ്റ്റ് ഉണ്ടാകും, അവർ എല്ലാം അക്സെപ്റ്റ് ചെയ്യും, മനസ്സിലായില്ലേ. അവർക്ക് അങ്ങനെ ഒരു ഭയങ്കര റിജിഡിറ്റിയോ ഇല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതല്ലാത്ത ആൾക്കാരിൽ അവർ എക്സ്ട്രീംലി പ്രാക്ടിക്കലായിരിക്കും, ട്രഡീഷണലായിരിക്കും, ഭയങ്കര റൊട്ടീനായിരിക്കും, റിജിഡായിരിക്കും, മനസ്സിലായിട്ട് പുതിയ കാര്യങ്ങൾ ഓപ്പണായിട്ടും അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുകൾ കുറവായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ ഈ കൺസൈൻഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ അതിനെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷിത്വം എന്നോ അങ്ങനെ എന്തോ ആണ് ഇത് പറയുന്നത്.
അതായത് മെയിൻലി നമ്മൾ പറയില്ലേ, ഒരു റിലയബിൾ ആയിരിക്കുക, ഓർഗനൈസ്ഡ് ആയിരിക്കുക, സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കുക, ഇല്ല ഒരു കൺട്രോളിൽ, മനസ്സിലായില്ല, ഒരു അച്ചടക്കത്തിലും ഇതിലൊക്കെ ചെയ്യണ ഒരു തരം ആൾക്കാരാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ. അതിൻ്റെ നെഗറ്റീവ് സൈഡിൽ പറഞ്ഞാൽ ഇച്ചിരി ഡിസോർഗനൈസ്ഡ് ആയിട്ടും കെയർലെസ് ആയിട്ടും ഭയങ്കര ഇമ്പൾസീവായിട്ട്, ഈ ഇമ്പൾസിവിറ്റിയൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ആൾക്കാരിൽ കാണാനാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്നത് അതായത് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും, അതായത് ഭയങ്കരമായിട്ട് ഔട്ട് ഗോയിങ്ങും ഇൻതൂസിയാസ്റ്റിക്കും ഭയങ്കര അസേർട്ടീവായിട്ടുള്ള ആൾക്കാർ, അതേസമയം ക്വയറ്റും റിസർവ്ഡും ഇൻട്രോസ്പെക്റ്റീവായിട്ടുള്ള ആൾക്കാർ. ഇത് മിക്കവാറും നമ്മളങ്ങനെ ഒരുപാട് ഒബ്വിയസ് ആകാറില്ല. മിക്കവാറും ചില ആൾക്കാരെല്ലാം നമ്മൾ കാണാറുള്ളത്, ചില ആൾക്കാർ മിക്കവാറും കുറച്ചും കൂടെ ഒക്കെ റിസർവ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരും കാണാറുണ്ട്. അപ്പം ഒരു ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു തന്നുള്ളൂ. പിന്നെ അഗ്രിയബിൾനെസ്, അതായത് ട്രസ്റ്റിങ്, വോം ആൻഡ് ജനറസ്, ദ പോസിറ്റീവ് സൈഡിൽ. അതിൻ്റെ മറ്റേ പോളിൽ ക്രിട്ടിക്കൽ, ടഫ്, സസ്പീഷ്യസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ, ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ കുറേ കാണാറുണ്ട്. അതായത് അവർക്കൊന്നിനെയും അക്സെപ്റ്റ് ചെയ്യാനോ അഗ്രി ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ട് ക്രിട്ടിക്കലായിരിക്കുക, ടഫായിരിക്കുക. ഈ കൺസർവേറ്റീവ് മെന്നിലൊക്കെ കാണുകയാണ് ഭയങ്കരമായിട്ട് ഒരു റിജിഡ് മെൻറ്റാലിറ്റി ആയിരിക്കും, അവരതൊന്നും മാറില്ല, ഭയങ്കര ടഫായിരിക്കും. പിന്നെ എങ്ങനെയാ പറയുക, ഒരു ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ സസ്പീഷ്യസ്നെസ് ഉണ്ടാകും, മനസ്സിലായില്ല. എല്ലാവരും വളരെ സസ്പീഷ്യസ് ആയിട്ട് കാണാനും അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന ആൾക്കാർ. പിന്നെ ഈ ന്യൂറോട്ടിസിസ് എന്ന് പറയുന്നത് ഞാൻ പറയില്ല, നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എത്ര കൂളായിട്ടാണ് ആ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ നെഗറ്റീവ് പോളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവർ ഭയങ്കര ഇമോഷണലി, ഇത് ഭയങ്കര കൂടുതലുള്ള ആൾക്കാർക്ക്, ന്യൂറോട്ടിസിസം കൂടുതലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നെർവസ് ആയിരിക്കും, അവർ ഭയങ്കര പെട്ടെന്ന് വറി ആയിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന വലിയ വലിയ ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് ഈ ഒരു കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ അവരത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ ആങ്കർ, ദേഷ്യം, മനസ്സിലായില്ലേ, അങ്ങനെയുള്ള കാരണങ്ങളും ഉണ്ടായിരിക്കും. നമുക്കൊരു ആങ്സൈറ്റിയോ ഇല്ലെങ്കിൽ ഒരു നെർവസ്നെസ്സോ നമ്മുടെ ആ ഒരു കൾച്ചർ പ്രകാരം ഈ ആണുങ്ങൾ കാണിക്കില്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു ഞാൻ പറയാം, ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പറയണം. അപ്പോൾ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയേണ്ടത് ഈ ഇച്ചിരി എന്താ പറയുക, ഓപ്പൺ അല്ലാത്ത, റിജിഡായിട്ടുള്ള, അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുള്ള, എനിക്ക് എൻ്റെ റൊട്ടീൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്ന, ആ ഹൈറാർക്കിക്കൽ സിസ്റ്റം മാറുന്നതോടോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോടോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാർ. പിന്നെ എങ്ങനെയാണ് പറയുക, ഡോമിനൻ്റ് ആകാൻ നോക്കുന്ന ആൾക്കാർ, മനസ്സിലായില്ല, എല്ലാം കൺട്രോളിലാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആണുങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ആണ് മെയിനായിട്ട് പറയുക. അപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത് ഫാമിലി കൺഫ്ലിക്ട്സ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാൾ വൈഫും കൂടെ അല്ലെങ്കിൽ കുട്ടികളും കൂടെ ഇവിടെ വന്നു നോക്കി. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്തിനും ഈ സെയിം എക്സ്പെക്റ്റേഷൻസ് വരും, മനസ്സിലായില്ലേ. ആ ഓപ്പൺനെസ് ഇല്ല, ആ റിജിഡിറ്റി ഉണ്ട്, ആ ഹൈറാർക്കിക്കൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഒന്നിനെക്കുറിച്ചും എന്താ പറയുക, വലിയ കാര്യത്തിൽ എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാനോ അഡോപ്റ്റ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. അപ്പോൾ പ്രശ്നം എവിടെ പറ്റി തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ആണുങ്ങളെ ഏതൊരു പെണ്ണിനും മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും ഇവിടെ. അപ്പോൾ അവർ ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെയാണ്, അവർ നാട്ടിൽ വെച്ചെല്ലാം ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, ആ ഒരു സോഷ്യൽ സെറ്റപ്പിലും നമ്മുടെ ഫാമിലി സെറ്റപ്പിലൊന്നും അതും ഒരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടാകില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വൈഫിനും എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പരസ്പരം. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു ആണിന് എങ്ങനെ ഞാൻ പറയുക, ആ ലെവലിലേക്കൊന്നും ഒരു സപ്പോർട്ടീവ് ആകാൻ കഴിയില്ല. മെയിനായിട്ട് നമ്മുടെ ഹൗസ് ചോഴ്സ് ഇല്ലേ, ഈ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഹൗസ് ചോഴ്സ്, അതൊന്നും ഹെൽപ്പ് ചെയ്യാണ്ട് ഒട്ടും സംഗതികൾ ഇവിടെ മുന്നോട്ട് പോവില്ല. അതായത് ഫുൾ ടൈം രണ്ടുപേരും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഈവൻ ചിലപ്പോൾ ഹസ്ബൻഡ് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, വൈഫ് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാൽ കൂടെ ഈ എല്ലാ പണിയും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നോക്കി നമ്മൾ മാനസികമായിട്ട് ഒരുപാട് ചലഞ്ചസിൽ കൂടെ പോകുന്ന ആൾക്കാരായിരിക്കും രണ്ടുപേരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫിസിക്കലി ഇങ്ങനെയുള്ള സപ്പോർട്ടുകളിൽ ഇങ്ങനൊരു സിസ്റ്റം, ഒരു ഹൈറാർക്കിക്കൽ ഒരു എക്സ്പെക്റ്റേഷൻസ് വെക്കുമ്പോൾ ഒരു ലോങ് ടേം, ഒരു മാസം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകില്ല, 2 മാസം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകില്ല, കുറേ കഴിയുമ്പോൾ ഇത് ചെറിയ ചെറിയ ഫ്രിക്ഷൻ ആയിട്ട് വരും, മനസ്സിലായില്ല. അപ്പോൾ ഗ്രാജുവലി എന്ത് സംഭവിക്കുന്നു പറയുമ്പോൾ ഇത് ഹെൽപ്പ്, ഇപ്പോൾ ചില ഭാര്യമാർ അവർ ഹെൽപ്പ് ചോദിക്കും, കിട്ടാണ്ടായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അത് അൺഹാപ്പിനെസ്സും കോൺഫ്ലിക്ട്സും ഡൊമസ്റ്റിക് അബ്യൂസും ഡിവോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകും. ചില ആൾക്കാർ അത് ചോദിക്കില്ല,
മനസ്സിലായില്ലേ? അത് പല രീതിയിലുമില്ലേ, അവർക്ക് അത് ഇൻറ്റേർണലായിട്ട് ഒരു സന്തോഷമില്ലായ്മയും വെറുപ്പ് വരികയും ഹസ്ബൻഡിന് അവരോട് ഡിറ്റാച്ച്മെൻറ്റ് വരികയും ഇതൊക്കെ ചെയ്യും. പക്ഷെ അത് ചിലപ്പോൾ പെട്ടെന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഈ ഈ ഈ കാര്യങ്ങളിലേക്ക് തന്നെ, ഈ ഡൊമസ്റ്റിക് അബ്യൂസും ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങളിലേക്കും അതിലേക്ക് തന്നെ എത്താം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഫാമിലി കൺഫ്ലിക്ട്സ്. ഈ ഫാമിലി കൺഫ്ലിക്ട്സ് കാരണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് വിജയിക്കണ്ടോ തോൽക്കണ്ടോ അതിൻ്റെ ഔട്ട്കം എന്തുതന്നെ ആയാലും രണ്ടാളിലും അൺഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ അൺഹാപ്പിനെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ സർക്കിളിൽ നിന്ന് നമ്മൾ വിഡ്രോലാവും, ആക്ടിവിറ്റീസിന് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവും, നമ്മൾ പതിയെ എന്താ പറയുക, ജോലി, വീട്, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് കിടക്കും. അപ്പോൾ അതിന് നമ്മൾ ഗ്രാജ്വലി, ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് സംഭവിക്കണമല്ല, പതിയെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ഇമ്പാക്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അത് പല ഫോമിലായിരിക്കും നമ്മളത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങുക. അഗ്രഷൻ ആയിരിക്കും ചിലപ്പോൾ ആദ്യം, ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കും ആ പ്രശ്നം വരിക. അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ചിലപ്പോൾ ഡിപ്രഷൻ വരെ നമുക്ക് വരാം. അപ്പോൾ ഈ ആണുങ്ങളിൽ പൊതുവേ ഡിപ്രഷൻ എന്ന് പറയുന്നതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഡിഫറെൻ്റ് ആണ്. നമുക്ക് ചിലപ്പോൾ ഒരു സാധാരണ ഒരു പെണ്ണുങ്ങളിലെ ഡിപ്രഷൻ പോലെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ട് അത് അഗ്രഷനായിട്ടും ഒരു റിസൻമെൻ്റ് ആയിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് സംഭവങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് അറിയുക പോലും ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ അത് അഡ്രസ്സ് ചെയ്യാണ്ട് ഇപ്പോൾ ഈ അഗ്രഷനും ടെൻഡൻസി തുടങ്ങി, ആദ്യം വെർബലിൽ തുടങ്ങി, പിന്നെ ഫിസിക്കലാവും. അപ്പോൾ പിന്നെ എന്തായി, ഡൊമസ്റ്റിക് അബ്യൂസായി. അപ്പോൾ ചില ഭാര്യമാർ നമ്മുടെ സിറ്റുവേഷനൊക്കെ ആലോചിച്ചിട്ട് അവർ പോലീസ് റിപ്പോർട്ട് അങ്ങനെയും ചെയ്യില്ല. ചില ആൾക്കാർ സ്ട്രൈറ്റ് അവേ പോലീസിനെ വിളിക്കും. ഇഷ്ടം പോലെ കേസുകളാണ് ഈ ഡൊമസ്റ്റിക് അബ്യൂസ് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഞാൻ മനസ്സിലായില്ല. നമ്മളൊരു നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നു, അവസാനം നമ്മൾ ഈ പോണത് ഇമ്മാതിരി ഒരു ലൈഫിൽ കൂടി ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് പുറത്ത് ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വെക്കേഷൻ വരുമ്പോൾ ആരും ഇതറിയില്ല. എന്താ വെച്ചാൽ കാശുണ്ടോ, അവൻ വരുന്നു, അവൻ മറ്റത് കാണിക്കുന്നു, അവൻ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വിചാരിക്കും ഇവിടെ ഫുൾ സെറ്റപ്പാണ്. പക്ഷേ സംഭവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു പാറ്റേണിലേക്ക് കൂടെ പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എൻ്റെ ഒരു അറിവിൽ. മനസ്സിലായില്ല? അപ്പോൾ ഈ ഡൊമസ്റ്റിക് അബ്യൂസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയില്ല, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ഗാർഡൻ പോലെയാണ്. നമ്മളതിൽ കളയും വീടും ഇതൊക്കെ വരുന്ന സമയത്ത് അത് പറിച്ച് കളയണം. പക്ഷെ നമ്മളത് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ഒരു പരിധി വിട്ട് കളയും ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ആ ഗാർഡൻ തന്നെ നശിച്ചു പോകും. ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് ഏകദേശം നമ്മൾ വളരെയധികം വഷളായിട്ടുണ്ടാവും. പിന്നെയും കാര്യങ്ങൾ ഫർദർ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രോളിൽ നിന്നും വിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഈ സൂയിസൈഡും ഈ ഡിവോഴ്സും ഇല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ പിന്നെ വരും. പിന്നെ അവിടെ നിന്നൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ സൂയിസൈഡ് ചെയ്ത ജീവൻ പോയി, ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാമിലി ലൈഫ് പോയി. ഈ ഒരു ഫാമിലി ലൈഫൊക്കെ നമ്മൾ വൺസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, എന്താ പറയുക, അങ്ങനെ ഈ അഗ്രഷനും ഡൊമസ്റ്റിക് അബ്യൂസിനേക്കാളൊക്കെ ബെറ്ററാണെന്ന് എല്ലാവരും പറയും. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ലൈഫ് ലോങ് ഉണ്ടാവും നമുക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം നമ്മളിവിടെ എത്തിയ കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആണ് ഇതെല്ലാം. ആൽഫ മെയിൽ സോഷ്യലി അക്സെപ്റ്റഡ് ആണ്, കൺസർവേറ്റീവ് മാൻ വെരി ഗുഡ്, ഹൈറാർക്കിക്കൽ മാൻ വെൽ ഡൺ, നാർസിസ്റ്റിക് മാൻ. എനിക്ക് തോന്നുന്നു നാർസിസം ഇല്ലാത്തൊരു മനുഷ്യൻ എനിക്ക് നമ്മുടെ നാട്ടിലുണ്ടാകും തോന്നുന്നില്ല. എക്സസീവ് പ്രൈഡ് സോഷ്യലി വെരി വെൽ അക്സെപ്റ്റഡ്. മനസ്സിലായില്ലേ? എല്ലാ ഈ സംഭവങ്ങളും സോഷ്യലി വെരി വെൽ അക്സെപ്റ്റഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളത് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് നമ്മുടെ അമ്മയുടെ അടുത്തും സിസ്റ്ററിൻ്റെ അടുത്തും മാരേജ് കഴിഞ്ഞിട്ട്, ചില ആൾക്കാർക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് മാരേജ് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും നമ്മൾ സമയം പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ചില രീതികൾ നമ്മൾ പെട്ടെന്നൊരു മൈഗ്രേഷൻ, നമ്മൾ എന്തോ ഒരു സ്വപ്നം കണ്ട് മൈഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ആ ഒരു ക്വാളിറ്റികളും നമ്മൾ ക്വാളിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലേ? നമ്മുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ പറയുന്ന ലക്ഷണങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. മനസ്സിലായില്ലേ? നമ്മുടെ അച്ഛൻ ഈ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും. പക്ഷേ അത് അവിടെ ആ സൊസൈറ്റിയിൽ ഒരു സ്ട്രക്ചറിൽ വർക്കൗട്ടായി. പക്ഷെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ കൺഫ്ലിക്ട്സ് ആയി. മനസ്സിലായില്ല? അത് വർക്കൗട്ട് ചെയ്യില്ല. ആ സോഷ്യൽ സെറ്റപ്പിലും ആ ജീവിത രീതിയിലും എല്ലാത്തിലും ഈ പറയുന്ന സംഭവങ്ങളൊന്നും വർക്കൗട്ട് ആകില്ല.
അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പം നിങ്ങൾ ഒരു ഒരു NRI ആണെങ്കിൽ, നിങ്ങളൊരു പുറത്ത് ജീവിക്കുന്ന, എസ്പെഷ്യലി ഞാൻ പറയുന്നത് ഗൾഫ് കൺട്രീസ് അല്ല, യൂറോപ്യൻ കൺട്രീസിൽ അവിടെയാണ് നമ്മൾ ഈ സെറ്റിൽമെൻറ്റിന് വരുന്നത്. മറ്റവിടെ വന്ന് ജോലി ചെയ്യുക, പോവുക, നാടായിട്ട് കുറേ കണക്ഷൻ ഉണ്ട്, കൾച്ചറൽ കുറേയും കൂടി ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കവിടെ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ കുറവായിരിക്കും. പക്ഷേ ഈ യൂറോപ്യൻ കൺട്രികളിൽ കാനഡ, USA, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള കൺട്രികളിൽ വരുമ്പോൾ നമുക്ക് അതായത് പൊട്ടൻഷ്യലായിട്ട് പോകാൻ പറ്റാവുന്ന പ്രശ്നങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും നമ്മൾ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെ മുമ്പ് ഇതിൻ്റെ ചെറിയ ചെറിയ എലമെൻസുകൾ, ചെറിയ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിലും മറ്റുള്ള ആൾക്കാരുടെ ലൈഫുകൾ കണ്ടിട്ടും എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ഈ വർക്കൗട്ട് ആവുമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, സൊല്യൂഷൻസാണ് ഞാൻ ഇവിടെ പറയാൻ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ടാവും, നമ്മളത് റിസൈലൻ്റായിട്ട് അതിനെങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് വാട്ട് മാറ്റേഴ്സ്. ഓക്കെ, സോ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഡിസൈഡ് ബിഫോർ യു മൂവ്. അതായത് ഇപ്പം നീ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒട്ടും ഫ്ലെക്സിബിൾ അല്ല, നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് മാറി ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കുറേ ബന്ധുക്കളൊക്കെ ഉണ്ട്, അതായത് അവർ ജീവൻ പോയാലും ആ സിസ്റ്റത്തിൽ നിന്ന് മാറില്ല, അതിൽ തന്നെ പിടിച്ചു നിൽക്കും. അത് നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്നോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും പുള്ളിക്കാരത്തിക്കും എന്താ പറയുക, ഓക്കെ നിങ്ങൾ പുള്ളിക്കാരത്തി ഫുള്ളി സപ്പോർട്ട് ചെയ്യണം, ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ നമുക്കതിനൊരു പ്ലാൻ ഉണ്ടാക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവായിട്ടൊന്ന് ചിന്തിക്കുക നമ്മൾ ബിഫോർ ഈ മൈഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം മൂവ് ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് അവെയർനെസ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അവെയർ ആയിരിക്കുക. ഓക്കെ, ഇപ്പം നീ ഈ പറഞ്ഞ പോയിന്റുകൾ, ഇതിൽ കുറേ കാര്യങ്ങളും ഒരു ആത്മാർത്ഥമായിട്ട് എനിക്ക് ഈ പ്രശ്നങ്ങൾ കുറേ ഉണ്ട്, എനിക്കൊരു ചിന്തിച്ച് നോക്കുക, എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, റിജിഡിറ്റി ഉണ്ട്, ഞാൻ ഇച്ചിരി ഹൈറാക്കിക്കലാണ്, ഞാൻ ഇച്ചിരി ഞാനാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്, ഇപ്പം ഞാൻ പാത്രം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഈഗോ ഹേർട്ടാവും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവെയർ ആകുക. എന്നിട്ട് നമ്മളതിനിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനോടോ അതിൻ്റെ അടുത്ത് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്ലാൻ കൊണ്ടുവരിക. അത് ലിമിറ്റ് ചെയ്യാൻ, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനല്ല, ലിമിറ്റ് ചെയ്യാൻ അതിൻ്റെ ഇമ്പാക്റ്റ്. ഓക്കെ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മിക്കവാറും പാർട്ട്ണറായിട്ടുള്ളൊരു ഡിസ്കഷൻ തന്നെ ആയിരിക്കും. എന്നിട്ട് നിങ്ങളത് ഓപ്പണായിട്ട് ഇത് ചെയ്യുക, അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു ഓപ്പൺനെസ് കാണിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് പറഞ്ഞ പോലെ ഓപ്പൺ ഡിസ്കഷൻ വിത്ത് പാർട്ട്ണറായിട്ട് നന്നായിട്ട് ഇതാക്കുക, നല്ലൊരു ഇൻസൈറ്റ് ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക നിങ്ങൾ രണ്ടാളും. അത് ഹൈഡ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, നമ്മളിത് ഡിസ്കസ് ചെയ്യാനുള്ള, ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇത് അറിയേണ്ടതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരാണത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ എന്താ സംഭവിക്കണമെന്ന് അറിയാത്ത, ഇതിൻ്റെ ഒരു റൂട്ട് കേസ് അറിയാണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്ലോയിൽ അവരും പെട്ടുപോകും. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പാഷൻ തൻ്റെ അടുത്ത് അവരിതിൻ്റെ ചിലപ്പോൾ ഒരു റിസൾമെൻറ്റോ അഗ്രഷനോ ആയിരിക്കും, അത് നിങ്ങൾക്ക് വീണ്ടും ഹേർട്ട് ചെയ്യും. മനസ്സിലായി? ഇതൊരു സ്പൈറൽ പ്രോസസ്സില്ല, നമ്മൾ ഡീപ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ചുഴിയിലോട്ട് വീണ് പോകണ പോലെ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കും. പിന്നെ അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ചെയ്ത് ഒരുവിധം കോൺഫിഡൻ്റ് ആകുക. പിന്നെ രണ്ടാമത്തെ പിന്നെ അടുത്ത സെറ്റ് ഓഫ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഫുഡുകൾ കഴിക്കുക. ഓക്കെ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ നോക്കുക, ഹോബീസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ വന്നിട്ട് ജോലി, വീട്, ഷോപ്പിംഗ് സെൻറ്റർ, അതായത് നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ്, വീട്ടിൽ വരിക, കുറേ ബീഫും ചിക്കനും പഴംപൊരിയും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക, നടനം അടിക്കുക, കിടക്കുക, ഈ ഒരു സെറ്റപ്പിൽ ജീവിക്കാണ്ടിരിക്കുക. മനസ്സിലായില്ലേ? നല്ല ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയെല്ലാം ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യുക. ഹോബീസില്ലേ, അതായത് എന്തെന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്കിപ്പോൾ നടക്കലാണോ, ഗെയിംസാണോ, നിങ്ങൾക്ക് എന്താ പറയുക വീഡിയോ ഇടലാണോ, ഇല്ലെങ്കിൽ ഫോട്ടോ എടുക്കലാണോ, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബിയിൽ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കണം കേട്ടോ. വേറെ ആരെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു ഹോബിയൊക്കെ ഉണ്ടെങ്കിൽ 1-2 ഹോബീസൊക്കെ ഫോളോ ചെയ്യുക. ബൈക്കിങ്, അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ഈറ്റിങ്, പൈസ ഒരിക്കലും ഇവിടെ സ്പെൻഡ് ചെയ്യില്ല, ഹോബീസ് ഒരിക്കലും സ്പെൻഡ് ചെയ്യില്ല. നമ്മളിതെല്ലാം സേവ് ചെയ്തിട്ട് വീട് വയ്ക്കാനും കാർ വാങ്ങിക്കാനും എടുക്കും. അത് നമുക്ക് ഒരിക്കലും ഒരു സ്റ്റെബിലിറ്റി തരില്ല. മനസ്സിലായില്ലേ? ലൈഫ് ബാലൻസിലല്ലെങ്കിൽ
നിങ്ങൾക്ക് മെർസിഡിയസിൻ്റെ കാർ ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവങ്ങളാണ്. നമ്മുടെ വീടും കാറും ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങളാണ് ഹെൽത്ത്, ഹോബി, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഇങ്ങനെ ഭയങ്കര സെഡൻറ്ററി ആകരുത്. അത് നമ്മളെ ഫിസിക്കലിയും നമ്മുടെ ഹോർമോണൽ വൈസും നമ്മളെല്ലാ വിധത്തിലും സഹായിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നടക്കാൻ പോവുക, ഇല്ലെങ്കിൽ ജിമ്മിന് പോവുക, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബൈക്കിങ്ങിന് പോവുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി. പിന്നെ ആൽക്കഹോള്, പിന്നെ അങ്ങനെയുള്ള ഡ്രഗ്സ് സംഭവങ്ങളുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എന്താ വെച്ചാൽ നമ്മൾ അതിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കില്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അപ്പോൾ നമ്മൾ അത് ലിമിറ്റ് ചെയ്യുക. ഡെവലപ്പിംഗ് പേർപ്പസ്, അതായത് ജീവിതം നമ്മൾ പറയില്ല, നമ്മളൊരു പുതിയ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്നുള്ളത്. എന്താ പറയുക, ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആൾക്കാർ, ഇവിടെ എൻ്റെ റോൾ എന്താണ്? മനസ്സിലായി? നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്ലേസ് ഇല്ലേ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ആ റോള്, എസ്പെഷ്യലി മെൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആണുങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. എന്താ പറഞ്ഞാൽ നമ്മൾ സൊസൈറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ്, നമ്മൾ ആ കളക്റ്റീവിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റിയിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്, ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് വേറൊരു കമ്മ്യൂണിറ്റിയിലൊന്നും ഇതൊന്നും ഇല്ലാതെ ഒന്ന് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ സെൽഫ് ഡൗട്ട് വരും, ഞാൻ എൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു പർപ്പസ് കൊണ്ടുവരിക. ഓക്കെ, ഞാനിതാ എൻ്റെ റിട്ടയർമെൻറ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ വർഷത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, എന്താണ് എൻ്റെ ഗോള്, എൻ്റെ ഹെൽത്തിനെ നോക്കണം, എൻ്റെ അത് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുവരിക. പിന്നെ മെയിൻറ്റെയിനിങ് സർക്കിൾ, ഫ്രണ്ട് സർക്കിളില്ലേ, അതായത് എങ്ങനെയാണ് പറയുക, അപ്പോൾ അടുത്ത പോയിൻ്റ് അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ ചൂസ് ചെയ്യണത് കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക. പരമാവധി ഏറ്റവും ബെറ്റർ അത്യാവശ്യം നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഫ്രണ്ട്സ് ഉള്ളതോ അങ്ങനെയുള്ള ഏതെങ്കിലും കണക്ഷൻസ് ഉള്ള ഏരിയകൾ ചൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രഗിളാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഈ സോഷ്യൽ ഡിസ്കണക്ഷൻ വരുമ്പോൾ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ വലിയൊരു ഭാഗം ട്രബിളിലായി. അപ്പോൾ ബീങ് കണക്റ്റഡ്, അതായത് നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട്സിനെ ഫോണിൽ കൂടെ വിളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അതെല്ലാം നിങ്ങൾ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പരിചയമുള്ള ആൾക്കാർ, നിങ്ങളുടെ ഒരു വൈബിന് ചേർന്ന ആൾക്കാരൊക്കെ ഉള്ളൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. നമ്മളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു അത്യാവശ്യം പറ്റാവുന്ന ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട, ഒരു 1-2 ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യാവുന്ന നമ്മുടെ ഒരു വൈബിന് ചേർന്ന ആൾക്കാരും, പിന്നെ കുറച്ച് അക്വൈൻറ്റൻസസ് ഇല്ലേ, നമ്മളൊരു പരിചയം, അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ കൺട്രോളിങ് സ്പെൻഡിങ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഏറ്റവും നമ്മുടെ ഒരു പ്രശ്നങ്ങളിലൊന്നാണ് വളരെ വലിയ വീടുകൾ വാങ്ങിക്കുക, വളരെ വലിയ കാറ് വാങ്ങിക്കുക, ഫോട്ടോ എടുക്കുക, ഫേസ്ബുക്കിലിടുക, മറ്റോടെ ഇടുക, ഇവിടെ ഇടുക. ഈ സംഭവം എങ്ങനെ ഞാൻ പറയാം, രണ്ടാളും ഇപ്പോൾ നേഴ്സാണ്, ഇല്ലെങ്കിൽ അതാണ്, നിങ്ങൾക്ക് വരുമാനമൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ആഴ്ചയിൽ നമുക്ക് ഇത്രയും പൈസ ഇല്ല, ഇത്രയും അടച്ചാൽ പോരെയെന്ന്. പക്ഷേ ഈ ഒരു കമ്മിറ്റ്മെൻറ്റിൽ നമ്മൾ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഊരാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതായത് ഹൗസിംഗ് ലോണൊക്കെ 25 വർഷത്തേക്കാണ്, കാർ ലോൺ എന്ന് പറഞ്ഞാൽ 7-8 വർഷത്തേക്ക് വരെ, 5 വർഷത്തേക്കും 6 വർഷത്തേക്കും കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കമ്മിറ്റ്മെൻറ്റിലാകുമ്പോൾ നമ്മുടെ സേവിങ്സ് കുറയും. നമുക്ക് പ്രശ്നം എന്താ പറയുമ്പോൾ നമുക്ക് നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ, ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നത്, ഇല്ലെങ്കിൽ നമ്മളൊരു ഹോളിഡേക്ക് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ഹോബി, ഹെൽത്ത്, ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതിനൊക്കെ പണം എല്ലാത്തിനും ആവശ്യമാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഫണ്ടിങ് കുറയും. അപ്പോൾ നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്ത് ഇവിടെ ഇതിൽ ട്രാപ്ഡ് ആവും. അത് ഗ്രാജ്വലി നമ്മളെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ വയസ്സായിട്ടിരിക്കുക, ഒരുപാട് വലിയ വള്ളിയൊന്നും പിടിക്കരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക, ലൈഫ് സന്തോഷമാക്കുക. നമ്മൾ മെറ്റീരിയൽ ഒരു ഭാഗത്ത് നിന്നോട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റും മെറ്റീരിയൽസും, അതിനോടൊപ്പം തന്നെ ലൈഫിൻ്റെ ക്വാളിറ്റിയും ഈക്വൽ ത്രാസിൽ തന്നെ വരണം. അപ്പോൾ നമ്മൾ ലൈഫിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറച്ച് മെറ്റീരിയൽസിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇവഞ്ച്വലി അതിനൊരു പ്രൈസ് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല? അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ജോലിൻ്റെ പരമായിട്ടെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് മെയിനായിട്ട് നമ്മുടെ ഈ മാനസികമായിട്ട് പ്രശ്നങ്ങൾ നമ്മൾ സപ്പോർട്ട് സീക്ക് ചെയ്യില്ല. അത് പിന്നെ വലിയ വലിയ ഫാമിലി പ്രശ്നങ്ങളിലേക്ക്, കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ തവിട് കൂടിയപ്പം ജീവിതം നശിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വളരെ വയസ്സായിട്ട് തീരുമാനം എടുക്കുക.
ഒരാളിനെയും പ്രൂവ് ചെയ്യാൻ നിൽക്കാണ്ടിരിക്കുക, അവനവൻ്റെ കാര്യം നോക്കുക, ഹാപ്പി ആയിരിക്കുക, എൻജോയ് ചെയ്ത് പോവുക. ഓക്കെ. പിന്നെ അലോയിങ് സെൽഫ് ടു സെറ്റിൽ ഇൻ, അതായത് ഡോണ്ട് എക്സ്പെക്റ്റ്, അതായത് നമ്മൾ ഇപ്പോൾ ഒരു ചെടീനെ തന്നെ പറിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളരില്ല. അതൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പിന്നെ പിക്കപ്പ് ചെയ്ത് വരിക. എന്ന പോലെയാണ് ഇപ്പോൾ നമ്മളൊരു പുതിയൊരു കൾച്ചറിലേക്ക് വരുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ വന്നതും സന്തോഷവും മറ്റതും മറിച്ചതൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇപ്പോൾ എവിടെ പോയാലും ഇനീഷ്യലി നമ്മൾ എങ്ങനെയാണ് പറയുക, സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരുപാട് സ്ട്രഗിളിൽ കൂടി ഇനീഷ്യലി പോകും. എന്നിട്ടൊരു പോയിൻ്റ് ഉണ്ട്, നിങ്ങൾ സെറ്റിൽഡായി, വൈഫിന് ജോലിയായി, നിങ്ങൾക്ക് ജോലിയായി, പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലിയായി, നിങ്ങളുടെ ഇൻകം വന്നു, നിങ്ങളുടെ സേവിങ്സ് കുറച്ചായി, നിങ്ങളിതാ ഒരു വീട് വാങ്ങിക്കണം, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരും. ആ ഒരു പോയിന്റിലാണ് വൺസ് നിങ്ങൾ വീട് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോർഗേജ് എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കും തോറും കുറഞ്ഞു വരും. റെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വർഷം കഴിയും തോറും കൂടി വരും. അപ്പോൾ നിങ്ങളൊരു 10 കൊല്ലം വീട് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടയ്ക്കുന്ന ആ മോർഗേജ് ഇല്ലേ, അതെന്ന് പറയുന്നത് അന്നത്തെ റെൻറ്റിൻ്റെ വളരെ പകുതിയോ അതിൽ കുറവോ ആയിരിക്കും. അപ്പോഴാണ് ശരിക്കും നിങ്ങൾ ലൈഫിൽ ആ ഒരു ഫ്രീഡം ഒക്കെ, നമ്മൾ ആ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നില്ലേ, ഫിനാൻഷ്യൽ എബിലിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ശരിക്കും ഒരു ഫുൾ ഒരു എൻജോയ്മെൻറ്റിൽ ഒരു NRI എന്നുള്ള രീതിയിലോ അങ്ങനെയൊക്കെയുള്ളൊരു എൻജോയ്മെൻറ്റ് വരുന്നത് ആ സമയത്തായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ എത്തുന്ന വരെ ഇനീഷ്യൽ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, ടേക്ക് ഇറ്റ് ഈസി, കുറച്ച് സമയം കൊടുക്കുക, സംസാരിക്കുക നന്നായിട്ട്, പാർട്ട്ണറിനോടും എനിക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിച്ച് പോസിറ്റീവായിട്ട് പോവുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആക്റ്റീവ്ലി ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്നിട്ട് മേക്ക് ഷുവർ നിങ്ങളിതിൽ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് നിങ്ങളൊരു 1-2 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്ക്. എന്നിട്ട് നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ട്. ഞാനിത് എൻ്റെ എന്താ പറയുക അനുഭവങ്ങളുടെയും പിന്നെന്താ പറയുക എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുടെ ബേസിസിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി വീഡിയോ ഉണ്ടാക്കലല്ല, ഒരുപാട് സമയം എടുത്തിട്ട് കണ്ടൻറ്റുകൾ പാസ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് പലതിലും. ഈ മൈഗ്രേഷനിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും മനസ്സിലായി ഒരു നല്ലൊരു മനുഷ്യനായാലും ഒരു കൺട്രോളിൽ ജീവിക്കാനും അങ്ങനെയെല്ലാം സഹായിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. അതാണ് ഇപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ. മനസ്സിലായില്ല, നമ്മൾ പല ടോപ്പിക്കുകളും ചൂസ് ചെയ്ത് അതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും ഒരു എന്താ പറയുക ഒരു ഡിസ്കഷനും ഒരു ബെറ്റർ വ്യൂ ഉണ്ടാക്കുക, അതിൽ കൂടെ ഒരു ബെറ്റർ മനുഷ്യനാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ. അപ്പോൾ അതിൻ്റെ പാട്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കേട്ടാൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ഉപകാരമുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് വീഡിയോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, ബൈ.